ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ്. കണ്ണിലെ പ്രഷർ കൂടുക, അത് പ്രഷർ കൂടിയിട്ട് കണ്ണിന്റെ ഞരമ്പുകളെ നശിപ്പിക്കുക. ഞരമ്പുകൾ നശിച്ചു പോയാൽ നമ്മളുടെ കാഴ്ച അതോടുകൂടി നഷ്ടമാവുന്നു. ഇതിലേറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഒരു പ്രാവശ്യം കാഴ്ച പോയ ഭാഗങ്ങളില് പിന്നീട് ആ കാഴ്ച തിരിച്ചു വരില്ല. പിന്നെ നമ്മളുടെ ഗ്ലോക്കോമ വളരെ ദയാലുവായിട്ടുള്ള ഒരു അസുഖമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് രണ്ട് കണ്ണിനും ഒരുമിച്ച് ഒരേ സമയത്ത് ഗ്ലോക്കോമ ബാധിക്കാറില്ല. ഒരു കണ്ണിന് ഗ്ലോക്കോമ ബാധിച്ച് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം വാർണിംഗ് ഒക്കെ തന്നതിന് ശേഷമേ മറ്റേ കണ്ണിനും കൂടി ഗ്ലോക്കോമ വരുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കണ്ണിന് ഗ്ലോക്കോമയുണ്ട്, കാഴ്ച കുറയുമ്പോൾ തന്നെ നമ്മൾ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള കാഴ്ചക്കുറവുകളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മള് നേരത്തെ കൂട്ടി, അതായത് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിലെ മർദ്ദം പതിവായി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 1/3 ഞരമ്പുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിന്റെ വിവരം അറിയാൻ സാധിക്കും. ഗ്ലോക്കോമയ്ക്ക് നമ്മൾ ആദ്യം തന്നെ തുള്ളിമരുന്നുകൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. തുള്ളിമരുന്നുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കുറയ്ക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മളുടെ കണ്ണിന്റെ രക്തോട്ടമൊക്കെ കൂട്ടാനുള്ള മരുന്നുകളൊന്നും അത്രയ്ക്കൊന്നും ഡെവലപ്മെന്റ് ആയിട്ടില്ല. ഇവിടെ നല്ല എവിടെ ആയിട്ടില്ല. തുള്ളിമരുന്നുകളുടെ കൂടെ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റും ചെയ്യാവുന്നതാണ്. ഇനി തുള്ളിമരുന്നുകൾ ഒഴിച്ചിട്ടും കണ്ണിലെ പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ ചെയ്യേണ്ട ദിവസം നമ്മൾ ഇന്നിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പേഷ്യന്റ് എന്നോട് ചോദിച്ചു, ഇതെന്താ ഇത്ര അധികം സമയം എടുത്തതെന്ന്. അതായത് സാധാരണ നമ്മൾ തിമിരം ചെയ്യുമ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിന്റെ മാക്സിമം 10 മിനിറ്റ്, 5 മിനിറ്റിൽ സാധാരണ എല്ലാവരുടെയും ഓപ്പറേഷൻ കഴിയാറുണ്ട്. അപ്പോ ഇതിപ്പോ ഗ്ലോക്കോമയും കൂടി ആവുമ്പോൾ ഏകദേശം ഒരു 40-45 മിനിറ്റ് എടുക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, നമ്മള് സാധാരണഗതിയില് ഈ ഗ്ലോക്കോമ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തിമിരം കൂടി ഒരുമിച്ച് ചെയ്യും. അപ്പൊ 2 ഓപ്പറേഷനാണ് ഒരുമിച്ച് നമ്മൾ ചെയ്യുന്നത് കണ്ണില്. ഈ ഗ്ലോക്കോമയ്ക്ക് പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരാറുണ്ട്. അപ്പൊ അതിന് തക്ക താമസം. പിന്നെ തിമിരം മാതിരി അത്ര പെട്ടെന്ന് ചെയ്യാവുന്ന ഓപ്പറേഷൻ അല്ല ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ. നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ദ്രാവകത്തിനെ നമ്മൾ വേറെ ഒരു വഴിക്ക് തിരിച്ചു വിടുകയാണ് ഈ ഗ്ലോക്കോമ ഓപ്പറേഷൻ മൂലം നമ്മൾ ചെയ്യുന്നത്. നമ്മള് എന്തൊക്കെ ചെയ്താലും നമ്മളുടെ പ്രഷർ കുറച്ച് വെക്കുകയാണ് നമ്മളുടെ ഉദ്ദേശം. ഈ പ്രഷർ കുറച്ച് വെക്കുന്നതുകൊണ്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഭാവിയിൽ, അതായത് പിന്നെയും ഒരു കൊല്ലം, 2 കൊല്ലം, 5 കൊല്ലം ഒക്കെ കഴിയുമ്പോൾ ഇതേ നിലയിൽ നമുക്ക് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കാഴ്ചയെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കണം. അതാണ് നമ്മൾ ഈ ചികിത്സയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പോയ ആ കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഗ്ലോക്കോമ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസുഖമായി മാറുന്നത്. ഇതുകൊണ്ടാണ് ഗ്ലോക്കോമ ഫാമിലിയിലുള്ള ആൾക്കാര്, അതായത് ഇപ്പൊ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സിന്, അതല്ലെങ്കിൽ അച്ഛനമ്മ, അവർക്ക് ആർക്കെങ്കിലും ഗ്ലോക്കോമയുള്ള ആൾക്കാര് വളരെ റിലീജിയസ് ആയിട്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മള് നേരത്തെ ഗ്ലോക്കോമ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരും ഈ പറഞ്ഞ പോലെ, ഇപ്പൊ പലരെയും ഞാൻ ഒരു പ്രാവശ്യം ഗ്ലോക്കോമ ഉണ്ട് എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെ കാണുന്നത്. അങ്ങനെ വരുമ്പോ അത് കണ്ണിന്റെ ആ ഞരമ്പിനെ കുറേശ്ശെ നശിപ്പിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. എന്താ വെച്ചാൽ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് ഈ കണ്ണിലെ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അപ്പൊ കണ്ണിന്റെ കാഴ്ച ഇല്ല എന്ന് പലരും മനസ്സിലാക്കുന്നത് തന്നെ ഇല്ല. മനസ്സിലാക്കുമ്പോഴത്തേക്കും വൈകിപ്പോകും. അപ്പോ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ആയിട്ട് അത് സമയാസമയങ്ങളിൽ കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യണം. അഥവാ പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ കൂട്ടി തന്നിരിക്കും. അതല്ല കൂട്ടി തന്നിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ നോക്കിയാലല്ലേ അറിയുള്ളൂ. നോക്കിയില്ലെങ്കിൽ അറിയില്ല. എന്താ വെച്ചാൽ അതിന് വലിയ വേദന കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അറിയില്ല. അപ്പോൾ ഇത് മരുന്ന് കൂട്ടിയിട്ടും കണ്ണിലെ പ്രഷർ കുറയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഓപ്പറേഷനെ പറ്റി ആലോചിക്കേണ്ടത്.